നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പം നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ തീർത്തു. ഇനി നമുക്ക് തേർഡ് മോഡ്യൂൾ തുടങ്ങാം അല്ലേ? അപ്പം നമുക്ക് തേർഡ് മോഡ്യൂളിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. അപ്പം തേർഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് സാനിറ്ററി എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ്. നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ പറഞ്ഞത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആയിരുന്നു അല്ലേ? അതായത് ഡ്രിങ്കിങ് വാട്ടർ, നമുക്ക് കുടിക്കാൻ വേണ്ട വെള്ളം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കായോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായൊക്കെ ആവശ്യമായ വെള്ളം എവിടുന്ന് ലഭിക്കും, അതെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യും, ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമ്മൾ ആ വെള്ളം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഇതായിരുന്നു നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ നോക്കിയതല്ലേ? ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിച്ച വെള്ളം നമ്മളുടെ വീട്ടിലെത്തി നമ്മൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളത്തിന് എന്ത് സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് പഠിക്കുന്നതാണ് സാനിറ്ററി എഞ്ചിനീയറിംഗ്. അതായത് നമ്മുടെ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വരുന്ന വെള്ളം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേസ്റ്റ്, സോളിഡ് വേസ്റ്റ് ആയിക്കോട്ടെ, ഓക്കെ, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം എന്ത് ചെയ്യും, അതാണ് നമ്മൾ സാനിറ്ററി എഞ്ചിനീയറിംഗിൽ നമ്മുടെ തേർഡ് മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിൽ പഠിക്കാനുള്ളത് എന്തൊക്കെയാന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊവൈഡിങ് സീവറേജ് വർക്ക്. സീവറേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പ്. ഇത്രയും കാലം നമ്മൾ വാട്ടർ സപ്ലൈ പൈപ്പ് ലൈൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി വേസ്റ്റ് വാട്ടർ, ആ ഉപയോഗിച്ച വെള്ളം വേസ്റ്റ് ആയതിനു ശേഷം ആ വേസ്റ്റ് വാട്ടർ ആണ് എങ്ങനെ നമ്മൾ കൊണ്ട് കളയുന്നു. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന പൈപ്പിനെയാണ് സീവർ എന്ന് പറയാം. അപ്പൊ സീവറേജ് എന്ന് പറയുന്നത് ദ എൻറ്റയർ കളക്ഷൻ ഓഫ് പൈപ്പ് ലൈൻസ്. അങ്ങനത്തെ എല്ലാ പൈപ്പ് ലൈൻസിനെയും കൂടെ കൂട്ടി ആ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സീവറേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തിനാണ് നമ്മൾ സീവറേജ് വർക്ക് കൊടുക്കുന്നത്? പിന്നെ നമുക്ക് ഈ ഒരു സാനിറ്ററി എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ കുറച്ച് ടേംസ് അറിയേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പൊതുവെ ക്വസ്റ്റ്യൻസിൽ കാണുന്നതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണിത്. കുറെ ടേംസ് ഡിഫൈൻ ചെയ്യാൻ. അപ്പോൾ സാനിറ്ററി എഞ്ചിനീയറിംഗിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ്: സീവേജ്, സീവറേജ്, സീവർ, റെഫ്യൂസ്, ഗാർബേജ്, സള്ളേജ്. ഓക്കെ, അപ്പൊ അതുപോലത്തെ കുറച്ച് ടേംസ് എല്ലാം നമ്മുടെ ഉപയോഗിച്ചതിന് ശേഷമുള്ള വേസ്റ്റിനോട് അനുബന്ധിച്ചിട്ടുള്ള ടേംസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഓരോന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. പിന്നെ സിസ്റ്റം ഓഫ് സീവേജ് ഡിസ്പോസൽ, എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു നമ്മുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം, അതിനുള്ള പല മെത്തേഡ്സ് ഉണ്ട്. കൺസർവൻസി ആൻഡ് വാട്ടർ ക്യാരേജ് സിസ്റ്റംസ്, പിന്നെ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീവറേജ് സിസ്റ്റംസ്, അതിന്റെ സ്യൂട്ടബിലിറ്റി എന്താണ്, അങ്ങനെ 3 സിസ്റ്റംസ് പഠിക്കാനുണ്ട്. സെപ്പറേറ്റ് സിസ്റ്റം, കമ്പൈൻഡ് സിസ്റ്റം, പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം, അങ്ങനെ 3 സിസ്റ്റംസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഒരു പൈപ്പ് ഡിസൈൻ ചെയ്യണമെങ്കിൽ, അതായത് ഒരു സീവേജ് പൈപ്പ് നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ ആദ്യം അറിയേണ്ട കാര്യം എന്താണ്? ദ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് അല്ലെ? എത്രത്തോളം സീവേജ് ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. പൈപ്പിന്റെ ഡയമീറ്റർ ഒക്കെ ഡിസൈൻ ചെയ്യേണ്ടത്, നമ്പർ ഓഫ് പൈപ്സ് ഒക്കെ ഡിസൈൻ ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി ഓഫ് സീവേജ് എത്ര ഉണ്ട് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷമാണ് അല്ലെ? അപ്പൊ അത് നോക്കണം, എങ്ങനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് മനസ്സിലാക്കുക എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ഡിസ്ചാർജ് ഇൻ സീവർ, ഡ്രൈ വെതർ ഫ്ലോ, എന്താണ് ഡ്രൈ വെതർ ഫ്ലോ, അതുപോലെ വെറ്റ് വെതർ ഫ്ലോ, അതെല്ലാം നോക്കാം.
പിന്നെ വേരിയബിലിറ്റി ഓഫ് ഫ്ലോ, നമ്മൾ വാട്ടർ സപ്ലൈ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, എല്ലാ സമയം ഒരു ദിവസത്തില് എല്ലാ മണിക്കൂറും ഒരേപോലെ അല്ല വെള്ളം സപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഓരോ മണിക്കൂറിലും സപ്ലൈ ഓഫ് വാട്ടർ വേരി ചെയ്യും. അതുപോലെ തന്നെ ഓരോ മണിക്കൂറിലും ആ വെള്ളത്തിനനുസരിച്ചാണ് വേസ്റ്റ് വാട്ടർ ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ വേസ്റ്റ് വാട്ടറിലും വേരിയേഷൻ ഉണ്ട്, ഫ്ലോ വേരിയേഷൻ വരുന്നുണ്ട്. പിന്നെ വാട്ട് ഇസ് ദ ലിമിറ്റിംഗ് വെലോസിറ്റി ഓഫ് സീവേഴ്സ്? നമ്മളൊരു സീവർ, അതായത് ഒരു പൈപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എത്രയായിരിക്കണം അതിലെ മിനിമം വെലോസിറ്റി? എന്നാൽ ആ വേസ്റ്റ് ആ പൈപ്പിൽ തങ്ങി നിൽക്കാൻ പാടില്ല അല്ലെ. സെമി സോളിഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും, അപ്പൊ അത് തങ്ങി നിൽക്കാൻ പാടില്ല. അപ്പൊ അത് ഒഴുകി പോവാൻ വേണ്ട മിനിമം വെലോസിറ്റി എത്രയാണ്, അതൊക്കെ അറിയേണ്ടതുണ്ട്. പിന്നെ സർഫസ് ഡ്രെയിനേജിനെ കുറിച്ച്, സർഫസ് ഡ്രെയിനേജ്, അതിന്റെ റിക്വയർമെന്റ്, പിന്നെ പല ടൈപ്പ് ഓഫ് ഡ്രെയിനേജസ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഷേപ്പ്, ഡിഫറെന്റ് ഷേപ്സ് ആൻഡ് ക്രോസ് സെക്ഷൻ ഓഫ് സീവേഴ്സ്. അപ്പൊ സീവറുകളുടെ പല ഷേപ്പിലുണ്ട്. ഇപ്പൊ വട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് റൗണ്ട് ഷേപ്പ് സീവേഴ്സ് ആയിരിക്കും അല്ലെ. പക്ഷെ റൗണ്ട് മാത്രമായിരിക്കില്ല, പല ഷേപ്പിലും നമുക്ക് സീവർ ഡിസൈൻ ചെയ്യാം. ഇപ്പൊ എഗ് ഷേപ്പ്, ഹോഴ്സ് ഷൂ ഷേപ്പ്, അങ്ങനെ പല ഷേപ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കണം. റെക്ടാങ്കുലാർ, സർക്കുലാർ, എഗ് ഷേപ്ഡ്. അപ്പൊ ഇതിന്റെയൊക്കെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കണം. പിന്നെ നമ്മൾ സീവറിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അതായത് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ചോയ്സ് ഓഫ് ടൈപ്സ് ഓഫ് സീവർ. നമ്മുടെ സീവറിന്റെ, അതായത് ആ പൈപ്പിന്റെ മെറ്റീരിയൽ, ഏതൊക്കെ മെറ്റീരിയൽസ് വെച്ച് നമുക്ക് ആ പൈപ്പ് ഉണ്ടാക്കാം. ഇത് നമ്മൾ വാട്ടർ സപ്ലൈയിൽ നോക്കിയതാണ് അല്ലെ. പല ടൈപ്സ് ഓഫ് പൈപ്സ് നമ്മൾ കണ്ടു. RCC പൈപ്പ്, സ്റ്റോൺ പൈപ്പ് അല്ലെ, കുറെ പൈപ്പ്, കാസ്റ്റ് അയൺ പൈപ്പ് അല്ലെ. പല മെറ്റീരിയൽസ് വെച്ച് നമ്മുടെ വാട്ടർ സപ്ലൈയിൽ വരുന്ന പൈപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ സീവേഴ്സിനും പല മെറ്റീരിയൽ വെച്ച് നമുക്ക് പൈപ്പ് ഉണ്ടാക്കാം. സ്റ്റോൺ വെയർ, കാസ്റ്റ് അയൺ, സിമെന്റ് കോൺക്രീറ്റ്, പ്രീകാസ്റ്റ് സീവേഴ്സ്, അതുപോലെ ആസ്ബെസ്റ്റോസ് പൈപ്പ്. ഓക്കെ, അപ്പൊ പല മെറ്റീരിയൽ വെച്ച് പൈപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കണം. പിന്നെ നമ്മൾ വാട്ടർ സപ്ലൈയിൽ അപ്പർട്ടനൻസസ് നോക്കിയതുപോലെ തന്നെ സീവർ അപ്പർട്ടനൻസസ് അല്ലെ, എന്തൊക്കെയാണ് ഡിവൈസസ്, ആ ഒരു പൈപ്പിൽ വരുന്ന സ്ട്രക്ചർ, എന്താ പറയാ, ഡിവൈസ്, നമ്മൾ കൊടുക്കുന്ന ഡിവൈസസ്. നമ്മൾ വാട്ടർ സപ്ലൈയിൽ കണ്ടത് കുറെ വാൽവുകള്, അതുപോലെ കുറെ ഫിറ്റിങ്സ് ഒക്കെ ആയിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ കുറെ ഫിറ്റിങ്സ് സീവർ പൈപ്പ് ലൈൻസിലും വരുന്നുണ്ട്, സീവറിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ലൊക്കേഷൻ, ഓരോന്നിന്റെയും ഫങ്ഷൻസ്, പിന്നെ കൺസ്ട്രക്ഷൻ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ മാൻഹോള്, ഡ്രോപ്പ് മാൻഹോള്, കാച്ച് ബേസിൻ, ഫ്ലഷ് ടാങ്ക്, ഇൻവേർട്ടഡ് സൈഫൺ. ഇതിനെ കുറിച്ചൊക്കെയാണ്, ഈ അപ്പർട്ടനൻസസിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കണം. പിന്നെ നെസസിറ്റി ഓഫ് പമ്പിംഗ് സീവേജ്. സീവേജ് പമ്പ് ചെയ്യുന്നത് എന്തിനാണ്, എവിടെയാണ് പമ്പിന്റെ ലൊക്കേഷൻ, പമ്പിംഗ് സ്റ്റേഷന്റെ ലൊക്കേഷനും അതുപോലെ അതിൽ വരുന്ന പാർട്സ് ഏതൊക്കെയാണ്. ഓക്കെ, അതൊക്കെ പഠിക്കണം. പിന്നെ നമ്മൾ കുറച്ച് സീവേജ് ക്യാരക്ടറിസ്റ്റിക്സും നോക്കുന്നുണ്ട്. നമ്മുടെ വാട്ടർ സപ്ലൈയിൽ നമ്മൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ നോക്കി അല്ലേ. ഫിസിക്കൽ ടെസ്റ്റ്, കെമിക്കൽ ടെസ്റ്റ്, ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ് അല്ലേ. അപ്പൊ അതിൽ നമ്മളിപ്പോ കെമിക്കൽ ടെസ്റ്റിലായാൽ കുറെ കെമിക്കൽസ് വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓരോ കെമിക്കലിന്റെയും നമ്മൾ എത്രത്തോളം ആണ് അതിന്റെ ഡിസൈറബിൾ ലിമിറ്റ് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. അപ്പൊ അതുപോലെ തന്നെ സീവേജിനും നമുക്ക് ഓരോ ക്യാരക്ടർ പഠിക്കാനുണ്ട്. സീവേജിന്റെ സ്ട്രെങ്ത്, അതായത് എത്രത്തോളം കോൺസെൻട്രേഷനിലാണ് ആ ഒരു സീവേജ് ഉള്ളത് അല്ലേ. വളരെ അഴുക്ക് വെള്ളമാണോ, അതോ അത്ര ഇതില്ലാത്ത, ഫോർ എക്സാമ്പിൾ നമ്മുടെ കിച്ചണിൽ വരുന്ന വേസ്റ്റ് വാട്ടർ, ഓക്കെ, അതൊക്കെ എന്ന് പറയുമ്പോൾ മൈൽഡ് ആയിട്ട് അതിനൊരു
സ്ട്രെങ്ത് ഉള്ളൂ അല്ലെ, മൈൽഡ് കോൺസെൻട്രേഷനിലേ ഉള്ളൂ വേസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ സ്ട്രെങ്ത് ഓഫ് ദ സീവേജ് നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ എങ്ങനെ നമ്മൾ സാമ്പിളിങ് ചെയ്യും? നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ സാമ്പിളിങ് ചെയ്തു അല്ലേ? നമ്മൾ പല സോഴ്സസിൽ നിന്ന്, അതായത് സർഫസ് സോഴ്സ്, ടാപ്പ് വാട്ടർ, ഗ്രൗണ്ട് സോഴ്സ് ഒക്കെ, അങ്ങനെ പല സോഴ്സിൽ നിന്ന് എങ്ങനെ വെള്ളം കളക്ട് ചെയ്യുന്നു നമ്മൾ നോക്കി. ആ കളക്ട് ചെയ്ത വെള്ളമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ സീവേജിന്റെയും സാമ്പിളിങ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീവേജ്, അതായത് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. വാട്ടർ സപ്ലൈയിൽ നോക്കിയതുപോലെ തന്നെ. പിന്നെ അതിലെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഫോർ സോളിഡ്സ്, ഓക്സിജൻ ഡിമാൻഡ്. അപ്പൊ സീവേജില്, അതായത് വേസ്റ്റ് വാട്ടറിൽ കാര്യമായിട്ട് വരുന്ന കണ്ടന്റ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ സോളിഡ്സ് അല്ലേ? നമുക്കറിയാം വേസ്റ്റ് വാട്ടറിൽ ഏറ്റവും അധികം സോളിഡ്സ് ആണ്. അത് മൂന്നിൽ ഏത് ഫോമിലും ആവാം. ഏതൊക്കെയാണ് ആ 3 ഫോംസ്? സസ്പെൻഡഡ് ഫോമിലാവാം, ഡിസോൾവ്ഡ് ഫോമിലാവാം, കൊളോയിഡൽ ഫോമിലാവാം. ഓക്കെ, അപ്പൊ ആ സോളിഡ്സിനെ കുറിച്ച് പഠിക്കണം. പിന്നെ അതുപോലെ അതിലെ ഓക്സിജൻ ഡിമാൻഡ്, ഇതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് വേസ്റ്റ് വാട്ടർ സപ്ലൈ പഠിക്കുമ്പോൾ. നമ്മുടെ സാനിറ്ററി എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ മെയിൻ ഒരു കാര്യം തന്നെയാണ് ഈ ഓക്സിജൻ ഡിമാൻഡ്. അതിന് എത്രത്തോളം ഓക്സിജൻ ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എത്രത്തോളം ആ സീവേജ് കോൺസെൻട്രേറ്റഡ് ആണ് എന്നുള്ളതൊക്കെ അളക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള 2 ടേംസ് ആണ് BOD അതുപോലെ COD. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുമ്പോഴും ഒക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ കാണുന്ന ഒരു പോർഷൻ ആണ് ഈ BOD അതുപോലെ COD. മെയിൻ ആയിട്ട് BOD ആണ് കാണാറ്. ഓക്കെ, അപ്പൊ അതൊക്കെ വേസ്റ്റ് വാട്ടറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ആ വേസ്റ്റ് വാട്ടറിന്റെ pH വാല്യൂ എത്രയാണ്, അത് എത്രത്തോളം പോവാം എന്നുള്ളതൊക്കെ നോക്കാം. പിന്നെ അതുപോലെ ക്ലോറൈഡ്സ്. ഓക്കെ, ആ വേസ്റ്റ് വാട്ടറിൽ അടങ്ങിയിട്ടുള്ള ക്ലോറൈഡ്സ്. അപ്പൊ ഇത്രയാണ്. ഇതിലും കൂടുതൽ സബ്സ്റ്റൻസസ് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇത്രയേ പഠിക്കാനുള്ളൂ, സിലബസിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ 3rd മോഡ്യൂളിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമ്മൾ വാട്ടർ സപ്ലൈ 2nd മോഡ്യൂളിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ വേസ്റ്റ് വാട്ടറിന്റെയാണ് പഠിക്കുന്നത്. ഓക്കെ, 2nd മോഡ്യൂളിൽ നമ്മൾ നല്ല വെള്ളം അല്ലെ, വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ഇവിടെ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 3rd മോഡ്യൂൾ തുടങ്ങാം. അപ്പൊ സാനിറ്ററി എഞ്ചിനീയറിംഗ് നമുക്ക് നോക്കാം. 3rd മോഡ്യൂൾ ആണ്. അപ്പോ ആദ്യം നമുക്ക് നോക്കാം എന്താണ് സാനിറ്റേഷൻ എന്ന് വെച്ചാൽ. Sanitation is the prevention of diseases by eliminating or controlling the environmental factors which are responsible for the transmission and spread of diseases. അപ്പോൾ എന്താണ് സാനിറ്റേഷൻ എന്ന് വെച്ചാൽ, നമ്മൾ ഡിസീസസ് ഇല്ലാതെ ശ്രദ്ധിക്കുക, ഡിസീസസ് പടരുന്നത് തടയുക. എങ്ങനെയാണ് നമുക്ക് തടയാൻ പറ്റുക? അസുഖം വരുന്നത് തടയാൻ പറ്റിയ എങ്ങനെയാണ്? നമുക്ക് നമ്മുടെ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്, പല എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുവിധപ്പെട്ട അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ സാധിക്കും അല്ലേ? എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻക്ലൂഡ് എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? വാട്ടർ സപ്ലൈ, പിന്നെ കളക്ഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് വാട്ടർ. അഴുക്ക് വെള്ളം നല്ല പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം അല്ലേ? അല്ലെങ്കിൽ പല രോഗങ്ങളും വരും. എയർ പൊല്യൂഷൻ, വെന്റിലേഷൻ അല്ലെ, നല്ലൊരു എയർ വെന്റിലേഷൻ വേണം. നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും
ഈവൻ നമ്മുടെ പൈപ്പ് ലൈൻസിൽ വരെ നിങ്ങൾ കണ്ടിരുന്നു അല്ലേ? വാട്ടർ സപ്ലൈ പൈപ്പ് ലൈനിലൊക്കെ നമ്മൾ എയർ വെന്റ് ഒക്കെ കൊടുത്തു അല്ലേ? അപ്പൊ എവിടെയായാലും നല്ലൊരു എയർ വെന്റിലേഷൻ വേണം, അല്ലെങ്കിൽ അവിടെയും അസുഖങ്ങൾ വരാം. The menace of insects, rodents, etc. അല്ലേ? നമ്മള് ഇൻസെക്ട്സ് അല്ലെ, റോഡൻസ് അതായത് എലി, അതുപോലത്തെ ജീവികളെയൊക്കെ ശ്രദ്ധിക്കണം അല്ലെ? അങ്ങനത്തെ അവരൊന്നും വരാതെ നോക്കണം. നമ്മളൊക്കെ വീടുകളിലൊക്കെ നമ്മൾ നല്ല ഹൈജീനിക് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ? ഇങ്ങനത്തെ ഇൻസെക്ട്സും റോഡൻസും ഒക്കെ വരാതെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കും. കാരണം നമുക്കറിയാം വന്നു കഴിഞ്ഞാൽ അസുഖം വരും അല്ലെ? പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. സോ അത് ഹൈജീനിക് ഫാക്ടേഴ്സ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ അസുഖം വരാതിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ സാനിറ്റേഷൻ എന്ന് പറയുന്നത്. Sanitation is practiced by sanitary engineer or environmental engineer. അപ്പോൾ ഈ ഒരു സാനിറ്റേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്നതാണ് ഒരു എൻവയൺമെന്റൽ എഞ്ചിനീയറിന്റെ അല്ലെങ്കിൽ ഒരു സാനിറ്ററി എഞ്ചിനീയറിന്റെ കർത്തവ്യം. ഓക്കെ, അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനെ എന്താണ്, എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്, എല്ലാ എൻവയൺമെന്റൽ ഫാക്ടേഴ്സിനെയും കൃത്യമായി നോക്കി അസുഖം പരത്താതെ ശ്രദ്ധിക്കുക. ഓക്കെ, കഴിയുന്നതും അത് ഒഴിവാക്കാനുള്ള മെഷേഴ്സ് എടുക്കുക. So to play an active role in this field, engineer must have a clear understanding of the fundamentals and recent developments in sanitary engineering. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു സാനിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു എഞ്ചിനീയർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം ഓരോ കോമ്പണൻസിനെ കുറിച്ചും അല്ലെ? വാട്ടർ സപ്ലൈനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. എങ്ങനെയാണ്, എവിടുന്നാണ് വെള്ളം ലഭിക്കുന്നത് എന്നുള്ളത് മുതൽ നമ്മുടെ വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് വരെ ഉള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു എഞ്ചിനീയർക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ ആ ഉപയോഗിച്ച വെള്ളം വേസ്റ്റ് വാട്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, ആ വേസ്റ്റ് വാട്ടർ എങ്ങനെ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തുന്നു, അതെങ്ങനെ നമ്മൾ അത് ട്രീറ്റ് ചെയ്യുന്നു, അതെവിടെ ഡിസ്പോസ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എയർ പൊല്യൂഷനെ കുറിച്ച്, പിന്നെ അതുപോലെ എല്ലാ വെന്റിലേഷൻ മെഷേഴ്സിനെ കുറിച്ചും, അങ്ങനെ എല്ലാ ഹൈജീനിക് ഫാക്ടേഴ്സിനെ കുറിച്ചും നല്ലൊരു ധാരണ ഉണ്ടായിരിക്കും എഞ്ചിനീയർക്ക്, എൻവയൺമെന്റൽ എഞ്ചിനീയർക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളെല്ലാവരും ഇങ്ങനൊരു കോഴ്സ് പഠിക്കുന്നത്. ഓക്കെ, എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പഠിക്കാൻ കാരണം നിങ്ങൾ ഈ ഒരു ഡിപ്ലോമ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ച് ടേംസിലേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ ടേം ആണ് സീവേജ്. എന്താണ് സീവേജ്? ലിക്വിഡ് വേസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇസ് കോൾഡ് സീവേജ്. അപ്പൊ നിങ്ങൾ വെള്ളം കണ്ടിട്ടുണ്ടാവും അല്ലെ? വേസ്റ്റ് വാട്ടർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ വേസ്റ്റ് വാട്ടർ, ആ ലിക്വിഡ് ആയിട്ട് വരുന്ന വേസ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? സീവേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് എവിടെ നിന്നൊക്കെ വരാം? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വേസ്റ്റ് ഫ്രം വാട്ടർ ക്ലോസറ്റ്, യൂറിനൽ, bathroom, kitchens of the residents and wastewater from industries and also storm water. അപ്പോൾ എവിടെ നിന്നൊക്കെ വരാം? വാട്ടർ ക്ലോസറ്റിൽ നിന്ന് വരാം, യൂറിനൽസിൽ നിന്ന് വരാം, ബാത്റൂം, പിന്നെ വീടുകളിലുള്ള അടുക്കളയിൽ നിന്ന് വരാം, പിന്നെ അതുപോലെ ഇൻഡസ്ട്രീസിൽ നിന്ന് വരാം, അല്ലെങ്കിൽ സ്റ്റോം വാട്ടർ. സ്റ്റോം വാട്ടർ എന്ന് പറഞ്ഞാൽ മഴവെള്ളത്തിൽ നിന്നും അല്ലേ, ചെളിവെള്ളം വരും അല്ലെ? അതും ഒരു വേസ്റ്റ് വാട്ടർ ആണ്. അപ്പൊ അങ്ങനെ ലിക്വിഡ് ഫോമിൽ വരുന്ന ഏതൊരു വേസ്റ്റിനെയും നമ്മൾ വിളിക്കുന്നതാണ് sewage. So the liquid waste from the residential areas is called domestic sewage and that from the industries is called industrial sewage. അപ്പോൾ രണ്ട് സീവേജ് ഉണ്ട്. ഡൊമസ്റ്റിക് സീവേജ് എന്ന് വെച്ചാൽ വീടുകളിൽ നിന്ന് വരുന്ന ലിക്വിഡ് വേസ്റ്റ്. ഇൻഡസ്ട്രിയൽ സീവേജ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന
ലിക്വിഡ് വേസ്റ്റ്. അപ്പൊ അതാണ് ഡൊമസ്റ്റിക് സീവേജും ഇൻഡസ്ട്രിയൽ സീവേജും. ഓക്കെ, പിന്നെ അടുത്തൊരു ടേം ആണ് സള്ളേജ്. വേസ്റ്റ് വാട്ടർ ഫ്രം ബാത്റൂം, കിച്ചൺ, വാഷ് ബേസിൻസ് etc. which is less offensive in nature, including storm water. അതായത് അധികം കോൺസെൻട്രേറ്റഡ് അല്ലാത്ത വളരെ മൈൽഡ് ആയിട്ട് വരുന്ന വേസ്റ്റ് വാട്ടർ, അതിനെയാണ് സള്ളേജ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഒന്ന് ബാത്റൂം. ബാത്റൂം എന്ന് പറയുമ്പോൾ അതില് വാട്ടർ ക്ലോസറ്റ് പറയുന്നില്ല, വെറും നമ്മൾ കുളിക്കുന്ന ഏരിയ ബാത്റൂം എന്ന് വെച്ചാൽ നമ്മുടെ സോപ്പ് വെള്ളം മാത്രം വീഴുന്ന ഏരിയ. ഓക്കെ, അതാണ് ബാത്റൂം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ കിച്ചൺ, അടുക്കളയിൽ നമ്മൾ പാത്രം കഴുകി വരുന്ന വെള്ളം, അതത്ര കോൺസെൻട്രേറ്റഡ് ഒന്നും അല്ല അല്ലേ. പിന്നെ വാഷ് ബേസിൻ, പിന്നെ അതുപോലെ മഴവെള്ളം, അതൊന്നും അത്ര എന്താണ് ഹസാഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ സ്ട്രെങ്ത് ഉള്ള ഹൈ കോൺസെൻട്രേഷൻ ഉള്ള വേസ്റ്റ് ഒന്നും അല്ല അല്ലേ. അപ്പൊ അങ്ങനത്തെ വേസ്റ്റ് വാട്ടറിനെയാണ് സള്ളേജ് എന്ന് പറയുന്നത്. It does not include more offensive and nuisance causing fecal matter from lavatories, wastewater from urinal, stables etc. and industries. അപ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് ഒഫെൻസീവ് ആയിട്ടുള്ള വളരെ സ്ട്രെങ്ത് കൂടിയ വേസ്റ്റ് വരുന്നത്, അതായത് നമ്മുടെ ക്ലോസറ്റ് അല്ലെങ്കിൽ യൂറിനൽസ് അല്ലെങ്കിൽ സ്റ്റേബിൾസ് അല്ലേ, അതായത് നമ്മുടെ തൊഴുത്ത്, നമ്മുടെ പശുവിനെയും കുതിരേനെയും ഒക്കെ കിട്ടുന്ന തൊഴുത്തുണ്ടല്ലോ, അവിടെ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവരുടെയൊക്കെ യൂറിനൊക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ അതൊക്കെ ഹൈ കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പൊ അങ്ങനത്തെ വേസ്റ്റ് ഒന്നും ഈ സള്ളേജിൽ ഉൾപ്പെടുത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റും. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ഹസാഡസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ സ്ട്രെങ്ത് വളരെയധികം കൂട്ടും. സോ അങ്ങനത്തെ വേസ്റ്റ് വാട്ടർ ഒന്നും ഈ സള്ളേജിൽ ഉൾപ്പെടുത്തില്ല. ഓക്കെ, ലെസ് ഒഫെൻസീവ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ മാത്രം, അതിനെയാണ് സള്ളേജ് എന്ന് പറയുക. ഇനി അടുത്തത് സീവർ. എന്താണ് സീവർ? The underground conduit conveying sewage is called sewer. അപ്പൊ നമ്മുടെ വേസ്റ്റ് വാട്ടർ, സീവേജ് എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടർ അല്ലേ. അപ്പൊ ആ വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന അണ്ടർഗ്രൗണ്ടിലൊക്കെ നമ്മൾ ഇടുന്ന പൈപ്പ്, ആ പൈപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? സീവർ. അപ്പൊ ഞാനിനി സീവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പൈപ്പാണ്. ഓക്കെ, വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പ്, അതിനെയാണ് സീവർ എന്ന് പറയാം. ഓക്കെ, പിന്നെ അടുത്തതാണ് സീവറേജ്. It denotes the network of sewers and other devices used in the system for carrying sewage. അതായത് ആ പൈപ്പ്, സീവർ എന്ന് പറയുമ്പോൾ ഒരു പൈപ്പ്, സീവറേജ് എന്ന് പറയുമ്പോൾ ആ ഒരു എൻറ്റയർ നെറ്റ്വർക്ക് ഓഫ് പൈപ്സ്, ഒന്നിൽ കൂടുതൽ പൈപ്പുകൾ, അതിനെയാണ് സീവറേജ് എന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു പൈപ്പ് ലൈൻ കൊടുക്കും അല്ലേ, വേസ്റ്റ് വാട്ടറിന് സീവർ കൊടുക്കും. എവിടം വരെ? സ്ട്രീറ്റ് വരെ. അത് കഴിഞ്ഞ് സ്ട്രീറ്റിലേക്ക് ഒരു മെയിൻ സീവർ പോകുന്നുണ്ടാവും സ്ട്രീറ്റിലൂടെ. അപ്പൊ ആ ഒരു സ്ട്രീറ്റിലേക്ക് നമ്മുടെ ഹൗസ് സീവർ കണക്റ്റഡ് ആക്കും അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഫുൾ നെറ്റ്വർക്ക്, നമ്മുടെ ഹൗസ് സീവർ, സ്ട്രീറ്റ് സീവർ, അങ്ങനത്തെ എൻറ്റയർ നെറ്റ്വർക്കിനെയാണ് സീവറേജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ വാട്ടർ സപ്ലൈ പഠിക്കുന്ന സമയത്തും ഇതുപോലെ പഠിച്ചിരുന്നു അല്ലെ. മെയിൻ പൈപ്പ്, റോഡിലൂടെ പോകുന്നത് മെയിൻ പൈപ്പ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ പൈപ്പ് അല്ലെ, പിന്നെ സർവീസ് പൈപ്പ്, പിന്നെ അവിടുന്ന് ടാങ്കിൽ നിന്ന് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ്, അങ്ങനെ നമ്മൾ കുറെ പൈപ്പ് ലൈൻസ് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ സീവേഴ്സിനും ഉണ്ട്. അപ്പൊ ആ ഒരു എൻറ്റയർ പൈപ്പ് കളക്ഷനെയാണ് സീവറേജ് എന്ന് പറയുന്നത്. Okay, it denotes the network of sewers and other devices used in the system for carrying sewage. In a broader sense, the sewerage system includes the collection, conveyance, treatment and disposal of sewage. അപ്പൊ സീവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ വേസ്റ്റ്, അതായത് സീവേജ് കളക്ട് ചെയ്യുക,
അത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൺവേ ചെയ്യുക. ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് അത് എവിടേക്കെങ്കിലും ഒക്കെ ഡിസ്പോസ് ചെയ്യും. അത് ലാൻഡിലേക്ക് ഡിസ്പോസ് ചെയ്യാം, വാട്ടറിലേക്ക് ഡിസ്പോസ് ചെയ്യാം. അത് ഡിപ്പെൻസ്. ഓക്കെ, അപ്പൊ ഡിസ്പോസൽ വരെ ഉള്ള എൻറ്റയർ സിസ്റ്റം ഓഫ് പൈപ്പ് അതിനെയാണ് സീവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു ടേം ആണ് റെഫ്യൂസ്. എന്താണ് റെഫ്യൂസ്? നമുക്ക് വേണ്ടാതെ നമ്മൾ വേസ്റ്റ് ആയി കളയുന്ന എല്ലാ സാധനവും, അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ കൈൻഡ്സ് ഓഫ് ഡ്രൈ വേസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ദാറ്റ് ഈസ് സ്ട്രീറ്റ് ആൻഡ് ഹൗസ് സ്വീപ്പിംഗ്സ്, ഗാർബേജ്, ആഷ് എക്സെട്ര. അപ്പൊ നമുക്ക് വേണ്ടാത്ത, നമ്മൾ ഒഴിവാക്കുന്ന എല്ലാ ഡ്രൈ വേസ്റ്റിനെയാണ് റെഫ്യൂസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്ട്രീറ്റ് ഒക്കെ അടിച്ചു വാരിയിട്ടുള്ള വേസ്റ്റ് ആവാം, വീട്ടിൽ അടിച്ചു വാരി കിട്ടുന്ന വേസ്റ്റ് ആവാം, അല്ലെങ്കിൽ വീട്ടിലെ ഗാർബേജ് ആവാം. നമ്മൾ ഒഴിവാക്കുന്ന എന്താണ് വെജിറ്റബിൾ മാറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ തൊലികളൊക്കെ ഇല്ലേ, നമ്മള് ഒരു സാധനം ഇപ്പൊ നമ്മൾ മുറിക്കുകയാണെങ്കിൽ അതിന്റെ തൊലി ചെത്തിക്കളയും. അപ്പൊ ആ തൊലി അതൊക്കെ ഗാർബേജിൽ വരും. ഓക്കെ, അതുപോലെ ആഷ്, ഓക്കെ, ചാരം, ഇതെല്ലാം റെഫ്യൂസ് ആണ്. നമുക്ക് വേണ്ടാത്ത എല്ലാ ഡ്രൈ വേസ്റ്റും അതിനെയാണ് പറയുന്നത് റെഫ്യൂസ്. ഓക്കെ, പിന്നെ ഗാർബേജ്. ഗാർബേജ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു റെഫ്യൂസ് ആണ് അല്ലെ. ഇപ്പൊ ഗാർബേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് all types of semi-solid and solid waste, food products such as vegetable, peelings of fruits, waste meat, etc. ഓക്കെ, നമുക്ക് പൊതുവെ കിച്ചൺ വേസ്റ്റുകളൊക്കെ വരുന്നത് ഗാർബേജിലാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ട കുറച്ച് ടേംസ്. ഇനി നമുക്ക് what are the objectives of sewerage works എന്ന് നോക്കാം. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സീവേജ് സിസ്റ്റം കൊടുക്കുന്നത്, അതിന്റെ ആവശ്യം എന്താന്നുള്ളത് നോക്കാം. എന്തൊക്കെയായിരിക്കാം? കുറെയൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാം അല്ലേ. അങ്ങനെ ഒരു വേസ്റ്റ് സിസ്റ്റം, കളക്ഷൻ സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് എന്ത് ചെയ്യും? എല്ലാം വീട്ടിൽ അടിഞ്ഞുകൂടി പല അസുഖങ്ങൾക്ക് കാരണമാവും അല്ലേ. അപ്പൊ എന്തൊക്കെയായിരിക്കും ഒബ്ജക്റ്റീവ്സ്? നമുക്ക് ഓരോന്നായി നോക്കാം. To provide hygienic and aesthetic environment. അപ്പൊ വളരെ വൃത്തിയായും അതുപോലെ നമുക്ക് കാണാൻ, എസ്തെറ്റിക് എന്ന് പറയുമ്പോൾ കണ്ണിന് കാണാൻ വളരെ നല്ലൊരു അന്തരീക്ഷം കൊടുക്കുന്നതാണ് സീവറേജ് സിസ്റ്റം അല്ലേ. ഇത് വേസ്റ്റിനെയൊക്കെ ഒഴിവാക്കുന്ന ഒരു സിസ്റ്റമാണ്. പിന്നെ to collect and treat the sewage in a scientific way so as to avoid the nuisance to the public and also the pollution of the environment. അതായത് നമ്മുടെ സീവേജ് കളക്ട് ചെയ്യാനും ആ കളക്ട് ചെയ്ത സീവേജ് ട്രീറ്റ് ചെയ്യാനും അല്ലെ, ഇൻ എ സയന്റിഫിക് വേ. അതായത് ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിലൂടെ പോയി ട്രീറ്റ് ചെയ്യാം. സോ ദാറ്റ് ഇറ്റ് വിൽ അവോയ്ഡ് ദ ന്യൂയിസൻസ് ടു ദ പബ്ലിക്. അപ്പം അതൊരു ന്യൂയിസൻസ് ആവില്ല, അതുപോലെ തന്നെ പൊല്യൂഷൻ കുറയ്ക്കും അല്ലെ. പിന്നെ അതുപോലെ to dispose the treated sewage by proper methods to avoid the pollution of surface and groundwater sources. അതായത് നമ്മുടെ ആ ട്രീറ്റ് ചെയ്ത വേസ്റ്റ് നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ ഡിസ്പോസ് ചെയ്യണം അല്ലെ, അതങ്ങ് കളയണം. ഇപ്പൊ ചില ഫാക്ടറീസ് എന്നൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ചില ഫാക്ടറീസിന്റെ അടുത്തൊക്കെ വല്ല വാട്ടർ സോഴ്സസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ ഒരു ഫാക്ടറിയുടെ പിന്നിൽ ഒരു ചെറിയ അരുവിയോ അല്ലെങ്കിൽ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഈ ഫാക്ടറിക്ക് ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും ആ വേസ്റ്റ് ട്രീറ്റ് ചെയ്യാതെ നേരെ ആ ഒരു ലേക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റിവറിലേക്ക് ഡിസ്പോസ് ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ പിന്നെ നമ്മൾ ഈ ഒരു റിവറിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നായിരിക്കും നമ്മുടെ വാട്ടർ സപ്ലൈക്ക് വേണ്ടി വെള്ളം എടുക്കുന്നത് അല്ലേ. ആ സമയത്ത്
ഈ വേസ്റ്റ് വാട്ടർ ആയിരിക്കും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം വേസ്റ്റ് നല്ലോണം ട്രീറ്റ് ചെയ്യുന്നത്. ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതൊരു റിവറിലേക്കോ ലേക്കിലേക്കോ അങ്ങനെ ഏതൊരു വാട്ടർ സോഴ്സിലേക്കും ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ to prevent the occurrence and the spread of waterborne diseases and thus protecting the health of public by tackling the sewage and human excreta effectively. അതായത് നമ്മുടെ ആദ്യം പറഞ്ഞ സാനിറ്റേഷൻ അല്ലേ, ആ വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ തടയാൻ വേണ്ടി അതിനാണ് നമ്മൾ നല്ലൊരു സീവറേജ് സിസ്റ്റം കൊടുക്കുന്നത്. പിന്നെ to prevent and control the nuisance due to the growth of houseflies and mosquitoes by avoiding the stagnation and indiscriminate disposal of human excreta and other liquid waste. അപ്പോൾ നമ്മുടെ വേസ്റ്റ്, അതായത് ഏറ്റവും എക്സ്ട്രീം കേസിലുള്ള വേസ്റ്റ് ആണ് ഹ്യൂമൻ എക്സ്ക്രീറ്റ അല്ലേ. അപ്പൊ അതും അതുപോലെ തന്നെ ബാക്കിയുള്ള ലിക്വിഡ് വേസ്റ്റും ഒക്കെ കെട്ടിക്കിടന്നാൽ എന്ത് സംഭവിക്കും? അത് നമുക്കറിയാം അല്ലെ. കൊതുക്, അതുപോലെ പല ഹൗസ് ഫ്ലൈസും വരും അല്ലെ, മോസ്കിറ്റോസ് അല്ലെ, പല കൊതുകും അതുപോലെ ഈച്ച അങ്ങനെ പല ഹൗസ് ഫ്ലൈസ് വരും. അത് പല അസുഖങ്ങൾ പരത്തും. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് നല്ലൊരു സീവറേജ് സിസ്റ്റം നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ to effectively drain away the storm water from the town and thus avoiding inundation. അപ്പൊ നമ്മുടെ സ്റ്റോം വാട്ടർ അതുപോലെ മഴവെള്ളവും അതുപോലെ തന്നെയാണ്, കെട്ടിക്കിടക്കാൻ പാടില്ല. ഏതൊരു വെള്ളം സോഴ്സും കെട്ടിക്കിടന്നാൽ എന്ത് സംഭവിക്കും? there are chances of mosquitoes breeding അല്ലെ. അവിടെ മോസ്കിറ്റോ ബ്രീഡിങ്ങിന്, കൊതുക് മുട്ടയിട്ട് കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനത്തെ ഒരു കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ നമ്മൾ എപ്പോഴും ഒഴിവാക്കും. ഓക്കെ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ നല്ലൊരു സീവറേജ് സിസ്റ്റം കൊടുക്കാനുള്ള കാരണം. ഇനി സിസ്റ്റംസ് ഓഫ് സീവേജ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് സീവേജ് കളക്ഷൻ, എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കളക്ട് ചെയ്ത് ഡിസ്പോസ് ചെയ്യാം. മെയിൻലി 2 സിസ്റ്റംസ് ആണുള്ളത്. ഒന്ന് ഡ്രൈ ഓർ കൺസർവൻസി സിസ്റ്റം, ഡ്രൈ സിസ്റ്റം. പിന്നെ ഒന്ന് വാട്ടർ ക്യാരേജ് സിസ്റ്റം, വെള്ളം ഉപയോഗിച്ച് കളയുന്നത്. മറ്റേത് ഡ്രൈ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളം ഉപയോഗിക്കാതെ നമ്മൾ കൈ കൊണ്ടെടുത്ത് കളയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ച് വെള്ളം ഉപയോഗിക്കാതെ, അതാണ് ഡ്രൈ സിസ്റ്റം ഓർ കൺസർവൻസി സിസ്റ്റം. പിന്നെ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ പൈപ്പ് ലൈനിലൊക്കെ നമ്മളിപ്പോൾ വെള്ളം ഉപയോഗിച്ചാണ് കളയുന്നത് അല്ലെ. അപ്പൊ അതൊക്കെയാണ് വാട്ടർ ക്യാരേജ് സിസ്റ്റം. അപ്പൊ ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം കൺസർവൻസി സിസ്റ്റം. ഇൻ ദിസ് സിസ്റ്റം ദ നൈറ്റ് സോയിൽ, ഈ നൈറ്റ് സോയിൽ എന്ന് പറയുന്നത് ഹ്യൂമൻ എക്സ്ക്രീറ്റ ആണ് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ നൈറ്റ് സോയിൽ എന്ന് കണ്ടാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ. സോ ദ നൈറ്റ് സോയിൽ ഇസ് കളക്റ്റഡ് ഇൻ പാൻസ് ഫ്രം ഡ്രൈ ലാട്രൻസ്, കൺസർവ്ഡ് there for the complete day and finally removed by scavengers to the disposal site through trucks or cart. ഇത് ഇക്കാലത്ത് അങ്ങനെ ഉപയോഗിക്കാറില്ല. പണ്ട് കാലത്തുള്ള സിസ്റ്റം ആയിരുന്നു. വളരെ പ്രിഡോമിനന്റ് ആയിട്ട് പണ്ട് കാലങ്ങളിൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്നതാണ്. അതായത് നമ്മുടെ ലാട്രിനിലൊക്കെ, അതായത് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ഒരു ദിവസത്തെ വേസ്റ്റ് കളക്ട് ആവും. ആ ഒരു ദിവസത്തെ വേസ്റ്റ് എന്നിട്ട് മാനുവലി ഒരാൾ വന്നെടുത്ത് അത് ട്രക്കിലേക്ക് മാറ്റും. എന്നിട്ട് ആ ട്രക്കിലേക്ക് മാറ്റി ട്രക്ക് എന്ത് ചെയ്യും, ഒരു ട്രീറ്റ്മെന്റ് സ്ഥലത്തേക്ക് കൊണ്ടിട്ട് അത് പിന്നെ ഒരാൾ മാനുവലി ഡിസ്പോസ് ചെയ്യും. അതാണ് കൺസർവൻസി ഓർ ഡ്രൈ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഡിസ്പോസ്ഡ് ബൈ ട്രഞ്ചിങ് ഓർ കമ്പോസ്റ്റിംഗ്. അതായത് ഒരു കുഴി കുഴിച്ച് ആ കുഴിയിലാണ് ഈ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്ത് മൂടുന്നത്. അപ്പൊ അതൊരാളാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്.
അതാണ് കൺസർവൻസി സിസ്റ്റം ഓർ ഡ്രൈ സിസ്റ്റം. The wastewater from kitchens, bathrooms, etc. and the rainwater called sullage is collected in open drains and disposed into any water course or onto the land. അപ്പോൾ ഇങ്ങനെ വരുന്ന വെള്ളം ഓപ്പൺ ഡ്രെയിൻസിൽ, അതായത് ചാലുകൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള ചാലുകൾ. അപ്പം അങ്ങനത്തെ ഓപ്പൺ ചാലുകളുടെ പ്രശ്നം എന്താണ്? സ്മെല്ലടിക്കും അല്ലേ, നമുക്ക് സ്മെല്ല് വരും. ചാലില് ഒന്ന് വെള്ളം പോവാതിരുന്നാലൊക്കെ വളരെ അധികം സ്മെല്ല് വരും. പിന്നെ അതുപോലെ മോസ്കിറ്റോ ബ്രീഡിങ്ങിന്റെ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ എന്നിട്ട് ഈ വെള്ളം ഓപ്പൺ ഡ്രെയിനിലൂടെ പോയിട്ട് ഒരു വെള്ളം സോഴ്സിലെ വാട്ടർ സോഴ്സിലേക്കോ അതോ ഒരു ലാൻഡിലേക്കോ ഒക്കെയാണ് ഡിസ്പോസ് ചെയ്തിരുന്നത്. The dry refuse is collected in the dust bins placed along the roads. അപ്പൊ വെള്ളം ഇങ്ങനെയാണ് പോയത്. ഇനി അതുപോലെ ഡ്രൈ റെഫ്യൂസ്, അതായത് നമ്മുടെ ഡ്രൈ വേസ്റ്റ് അല്ലേ, നമ്മുടെ പേപ്പർ, അതുപോലെ നമ്മൾ ഈ കളയുന്ന എല്ലാ വേസ്റ്റ്, ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റ് ഒക്കെ is collected in dustbin placed along the road. റോഡുകളിലൊക്കെ ഡസ്റ്റ്ബിൻ വെക്കും. ആ ഡസ്റ്റ്ബിന്നിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. From where it is conveyed by trucks. അതും ഒരു ട്രക്ക് വഴി കൊണ്ടുപോകും. എന്നിട്ട് disposed by means of land filling. അല്ലെ, ഒരു ലാൻഡില്, ഒരു ഓപ്പൺ ലാൻഡിൽ അത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഡംപ് ചെയ്യും. അങ്ങനെ അത് കുന്നുകൂടി നിൽക്കും. എന്നിട്ട് അവസാനം അത് ഒറ്റയടിക്ക് കത്തിക്കും. ഇൻസിനറേഷൻ, ബേണിംഗ് ടു ആഷസ് ഇൻ ആൻ ഇൻസിനറേറ്റർ ഓർ കമ്പോസ്റ്റിംഗ്. അത് എന്നിട്ട് ഒന്നെങ്കിൽ കുഴിയിൽ ഇടും, അല്ലെങ്കിൽ അത് കത്തിക്കും. ഇങ്ങനെയാണ് ഡ്രൈ റെഫ്യൂസ് കളഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ this is an outdated system but still prevailing in most of the Indian towns for economic reasons. ഇത് ഔട്ട്ഡേറ്റഡ് ആണെങ്കിലും ഇപ്പോഴും പല ഇന്ത്യൻ ടൗൺസിലൊക്കെ, പല വില്ലേജസിലൊക്കെ ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത് ഇങ്ങനെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത് കാരണമാണ് ഇപ്പോഴും ഈ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പക്ഷെ പണ്ട് കാലങ്ങളിലാണ് ഇത് പൊതുവെ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? The night soil starts putrefying in the conservancy latrines and gives very bad smell, which is a nuisance to the inhabitants and the public. അപ്പൊ നമുക്കറിയാം അല്ലേ, നൈറ്റ് സോയിൽ, അതായത് ഹ്യൂമൻ എക്സ്ക്രീറ്റ് ഒക്കെ നമുക്കറിയാം, കുറച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ ഒരു ചീത്ത സ്മെല്ലായിരിക്കും അല്ലേ. അപ്പൊ അതുപോലെ അതൊരു വളരെ പബ്ലിക് ന്യൂസൻസ് ആണ്. അതുപോലെ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് വരെ ആ ഒരു സിസ്റ്റം വളരെ ന്യൂസൻസ് ആണ്. Housefly nuisance and the possibility of transmission of diseases like typhoid. അപ്പോൾ പല ഡിസീസസിനും കാരണമാണ്. കാരണം ഈച്ചയൊക്കെ വരും. പിന്നെ അതുപോലെ അല്ലേ, നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാമല്ലോ, ദാറ്റ് ഇസ് ആൻ അൺഹൈജീനിക് ആസ്പെക്ട് അല്ലേ, വളരെ വൃത്തിയില്ലാത്ത ഒരു ആസ്പെക്റ്റ് ആണ്. ആൻഡ് സോഷ്യൽ ഇൻജസ്റ്റിസ് ഇൻവോൾവ് ഇൻ ദ മാനുവൽ റിമൂവൽ ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്റ. അപ്പൊ ആലോചിക്കാലോ, ആൾക്കാരത് റിമൂവ് ചെയ്യാന്ന് പറയുമ്പോൾ അത് അത്രയും ഒരു എന്താണ്, ഇൻജസ്റ്റിസ് ആണ് അവരോട് ചെയ്യുന്നത് അല്ലേ, അവരോട് ചെയ്യുന്ന ഒരു അന്യായമാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഇൻസാനിറ്റേഷൻ ആൻഡ് അൺഎസ്തെറ്റിക് ആസ്പെക്ട് ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് നൈറ്റ് സോയിൽ ത്രൂ സ്ട്രീറ്റ്സ് ബൈ ട്രക്സ് ആൻഡ് കാർട്ട്സ്. അതുപോലെ തന്നെ ഇത് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് ട്രക്ക്, കാർട്ടിലൊക്കെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ അതും ഒരു വളരെ എന്താ പറയാ, അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. The risk of epidemics due to improper and careless disposal of night soil. മെയിൻലി ഈ നൈറ്റ് സോയിൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മുടെ ഡ്രൈ ആൻഡ് കൺസർവൻസി സിസ്റ്റത്തിൽ ഉള്ള ഡ്രോബാക്ക്. ഓക്കെ, അപ്പൊ അത് കാരണം എപ്പിഡമിക്സ് ഒക്കെ വരാം, പകർച്ചവ്യാധികൾ, പല അസുഖങ്ങളും വരാം. The risk of groundwater pollution due to population. അപ്പൊ ഇങ്ങനത്തെ വെള്ളമൊക്കെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് എന്താണ് ഒലിച്ച് പോകുമ്പോൾ ആ ഗ്രൗണ്ട് വാട്ടറിൽ, വാട്ടർ ടേബിളിലൊക്കെ ഇതിന്റെ പൊല്യൂഷൻ വരാം അല്ലേ. പിന്നെ അതുപോലെ ഇൻസാനിറ്റേഷൻ ഡ്യൂ ടു കാരേജ് ഓഫ് സള്ളേജ് ത്രൂ ഓപ്പൺ ഡ്രെയിൻസ്. ഓപ്പൺ ഡ്രെയിൻസിലൂടെയാണ് നമ്മുടെ വേസ്റ്റ് വാട്ടറും ക്യാരി ചെയ്തിരുന്നത്. അതായത് കിച്ചൺ വേസ്റ്റ് വാട്ടർ ഒക്കെ ക്യാരി ചെയ്യുന്നത് ഓപ്പൺ ഡ്രെയിൻസിലൂടെയാണ്, ക്ലോസ്ഡ് അല്ല. അപ്പോൾ അവിടെയും ഒരു there are chances of smell, അതുപോലെ
പല unhygienic conditions. It requires much land for the disposal of night soil. അപ്പോൾ ഒരുപാട് സ്ഥലം ആവശ്യമാണ് ഇതൊക്കെ ഡിസ്പോസ് ചെയ്ത് കളയണം നമുക്ക്. അതിന് ഒരുപാട് സ്ഥലം ആവശ്യമാണ്. The system completely fails during strikes by workers. ഒരു ദിവസം ഒരാൾ പണി മുടക്കിയാൽ അന്നത്തെ വേസ്റ്റ് അവിടെ തന്നെ ഉണ്ടായിരിക്കും അല്ലേ, വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വർക്കറിന്റെ സ്ട്രൈക്ക് മതി ആ ഒരു സിസ്റ്റം എൻറ്റയർ ഫെയിലിയർ ആവാൻ. പിന്നെ അതുപോലെ latrines are to be located away from the buildings. Such location is very inconvenient to the inhabitants. അപ്പോൾ ടോയ്ലറ്റ്സ് ഒക്കെ വീടിനോട് കുറേ ദൂരെ വേണ്ടി വരും വെക്കാൻ അല്ലേ, അല്ലെങ്കിൽ വീട്ടിലേക്ക് സ്മെൽ നോയിസൻസ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ അവിടെ താമസിക്കുന്നവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡ്രൈ ഓർ കൺസർവൻസി സിസ്റ്റത്തിന്റെ ഡ്രോബാക്സ്. ഇനി ആകെ ഒരു അഡ്വാൻറ്റേജേ ഉള്ളൂ. The only advantage is that the initial cost of system is low and does not require any skilled supervision. സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആവശ്യമില്ല അത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇനിഷ്യൽ കോസ്റ്റ് ഒന്നുമില്ല അല്ലേ, കോസ്റ്റ് വളരെ കുറവാണ്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ ഈ ഒരു സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് വാട്ടർ ക്യാരേജ് സിസ്റ്റം ആണ്. അതാണ് ഈ കാലത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു.